ഹേയ് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മുടെ Q&A റിക്വസ്റ്റ് ചെയ്തത് ബാണ ഹിൽസിന്റെ ഒരു കമ്പൈലേഷൻ വീഡിയോ സെറ്റ് ചെയ്യാനാണ് ഗൈസ്. സോ യാ, ഐ ആം ഹിയർ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞ ഒരു സീക്രട്ട് ഡേ ആയിരുന്നു ഗൈസ് ബാണ ഹിൽസ്. ഞാൻ വോയിസ് ഓവറിൽ ചെറുതായിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും പാതി മുക്കാൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീഡിയോ എടുക്കണം നിർത്തിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു എൻജോയ്മെന്റ് മൂഡിലോട്ട് പോയ ഡേ ആയിരുന്നു. പക്ഷേ ഞങ്ങളിലുള്ള കുറച്ച് ഫുട്ടേജസ് വെച്ചിട്ട് ഞാൻ വോയിസ് ഓവറിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നരേറ്റ് ചെയ്ത് തരാം എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബാണ ഹിൽ ഡേ എന്ന്. രാവിലെ എഴുന്നേറ്റ് വോക്കോ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഡേ തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ നുള്ളിപ്പറക്കി തിന്ന് കഴിച്ചു കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയപ്പം അതാ നിൽക്കുന്നു നമ്മളുടെ തെങ്ങൻ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട്. രാത്രി ഫുള്ള് AC കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ കൊച്ചിന് ഒടുക്കത്തെ തുമ്മലായിരുന്നു. എന്നത്തെ പോലെ തെങ്ങനുമായി അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ കാറി കയറി ബാണ ഹിൽസിലേക്ക് പുറപ്പെട്ടു. ആസ് യൂഷ്വൽ കയറിയപ്പോ തന്നെ തെങ്ങൻ ബാണ ഹിൽസിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങളും അതിന്റെ പേരെങ്ങനെ വന്നെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു. He came to this hill. He saw many banana trees. That's why he called it Banan. Banan is French now, meaning banana in English. Yeah. And the second story, Bana, it is from the name of the goddess of Jampa people. She is a Ponaga. തെങ്ങിന്റെ സംസാരവും കേട്ടിട്ട് ദനാങ്ങിലെ അമ്പരച്ചുംബികളെയും കണ്ടുകൊണ്ട് ഞങ്ങൾ ബാണ ഹിൽസിന്റെ മരനിരകളിലേക്ക് യാത്രയായി. ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ വിദൂരതയിൽ ഞങ്ങൾക്ക് മഞ്ഞു മൂടിയ ഒരു മലനിര കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ള റോഡാണ് ഗൈസ്. അത് ഞാൻ അവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഭയങ്കര രസം, സ്മൂത്ത് റൈഡ്. ഒരു ഗട്ടർ പോലും ഞങ്ങൾ ഇറങ്ങിയിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ ചെന്ന ശേഷം നമുക്ക് ഒരു ബസ് കിട്ടി. അതിന് നമ്മൾ കയറിയപ്പോഴത്തേക്ക് നേരെ നമ്മളിത് ബാണ ഹിൽസിന്റെ എൻട്രൻസിലോട്ട് നമ്മളെ കൊണ്ട് നിർത്തി. അവിടെയാണെങ്കിൽ ഒരു വലിയ സൺഡേയിലൊക്കെ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കണതുണ്ട്. ഗ്രൂപ്പ് ടൂറുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ എടുക്കുമല്ലോ ഗൈസ്. അപ്പൊ പിന്നെ നമ്മളെയും അവിടെ കൊണ്ട് നിർത്തി തെങ്ങൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത്